എന്റെ സൂട്ട് കേസ് മുറിയിലുണ്ട്, എടുത്തോണ്ട് വരും. ഉത്തരവ്. എന്താ മോളെ, എല്ലാം ആയില്ലേ? ആയെന്ന് തോന്നുന്നമ്മേ. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെച്ചോ? വെച്ചു. അടുക്കള പൂട്ടിയോ? പൂട്ടി. നീ ഇന്ന് തന്നെ വീട്ടിൽ പൊയ്ക്കോളൂ, ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വിളിപ്പിക്കാം. ശരി കൊച്ചമ്മേ. ഞാൻ ആ മീനാക്ഷിയമ്മ ഒന്ന് കണ്ടിട്ട് വരാം. ഈശ്വരപിള്ളേ, ഇതെല്ലാം വണ്ടി കയറ്റിക്കോളൂ. ഉത്തരവ്. അമ്മ ഇപ്പോഴും ജഡ്ജിയാണെന്നാ ഈശ്വരയുടെ വിചാരം. രണ്ടുപേരും പെൻഷനായി, എന്നിട്ടും കോടതിയിൽ ചിട്ട മാറിയിട്ടില്ല. മരിക്കുന്നത് വരെ അത് മാറ്റാൻ ഒക്കുവോ? കൊച്ചമ്മ വക്കീലായപ്പോ ഞാൻ ഗുമസ്തനായിട്ട് കൂടിയതാ. മേലോട്ട് പോയപ്പോഴൊക്കെ എന്നെ ഒന്ന് കൂട്ടത്തിൽ കൊണ്ടുപോയി. ഹൈക്കോടതി ജഡ്ജി ആയപ്പോൾ ഞാൻ അവിടുത്തെ ശിപായിയായി. പെൻഷൻ പറ്റി പോന്നപ്പോ എന്നെയും കൂട്ടത്തിൽ കൊണ്ടുവന്നു. ആ വാ എടുത്തോ. ഇത് അത് ഞാൻ എടുത്തോളാം. മീനാക്ഷിയമ്മേ, ഞാനൊരു യാത്രയ്ക്ക് പോവുക. എങ്ങോട്ടാണാവോ? ബിന്ദുവിനെയും സുലോചനയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഉണ്ണികൃഷ്ണൻ വന്നത്. പക്ഷെ ഇവിടെ പിരിഞ്ഞു നിൽക്കാൻ ഒരു വിഷമം. എങ്കിൽ ഞാൻ കൂടി അങ്ങ് പോയേക്കാന്ന് വെച്ചു. മുത്തശ്ശിയുടെ പുന്നാര മോളല്ലേ, കാണാതെ കഴിയാൻ പറ്റുമോ? അപ്പോ എന്നാണാവോ മടക്കം? സുലോചനയുടെ കോളേജ് തുറക്കുന്നതിന് മുമ്പ് തിരിച്ചു പോരും. അതുവരെ ഇവിടെ ഇരുന്നോണ്ടാണെങ്കിലും അങ്ങോട്ടൊക്കെ ഒരു നോട്ടം വേണം. അയ്യോ, അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? എന്നാ ഞാൻ വരട്ടെ. അങ്ങനെയാട്ടെ. പോയിട്ട് വാ മോളെ. വാ മോളെ. അമ്മോ. എന്താ മമ്മേ? അരി ഇട്ടോ മോളെ? ഇട്ടു. ഇന്നലത്തെ പോലെ വെന്തു പോകാതെ നോക്കിക്കോളണേ. നോക്കിക്കോളാം. എല്ലാം ഭദ്രമായി വെച്ചോ? അപ്പൊ പുറപ്പെടല്ലേ മോളെ? ബാലനോട് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓഫീസ് ടൈം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോരണം. ശരിയമ്മേ. എണ്ണയും കുഴമ്പും അലമാരയിലുണ്ട്. ഊണിന് ശേഷം കഴിക്കാനുള്ള മരുന്നും ഉണ്ട്. കഴിച്ചോളാം. ഊണും കാപ്പിയൊക്കെ ഈശ്വരപ്പിള്ള ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരും. നീ പോകരുത്. ഞാൻ ഹോട്ടലിൽ പോവാമ്മേ. നല്ല കാര്യമായി. ഈശ്വരപ്പിള്ളേ, ഉത്തരവ്. ഇവന്റെ ദിനചര്യകളുടെ ടൈം ടേബിൾ ഞാൻ എഴുതി തന്നത് എവിടെ? പോക്കറ്റിൽ തന്നെയുണ്ട്. ആ, അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി നടത്തണം. ഉത്തരവ്. ആ, എന്നാ നമുക്ക് പോവാം. ഇങ്ങോട്ട് കേൾക്കണോ? കേർമോളെ. അല്ലയോ, പോട്ടെ. ശരി. എന്റെ പൊന്നു കുഞ്ഞെ, തെക്കേടത്തെ മഠത്തിൽ അയ്യപ്പൻ പിള്ള ഈശ്വരൻ പിള്ള ഹാജർ. കേരളത്ത് ഇനി വന്നേ. ആ, ഈ കൂട്ടി കയറി നിൽക്കൂ. നിന്നെ. അല്ലയോ ഈശ്വരപിള്ളേ? ഉത്തരവ്. ഇത് വെക്കേഷൻ കോടതിയാണ്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓർത്തിച്ചോളൂ, പരിഹരിക്കാം. ഈശ്വരപിള്ളയ്ക്ക് വലിയൊരു സങ്കടമുണ്ട്. ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് 6 മാസമായി. പോയി കണ്ടോടെ ദുഷ്ട. അതിനിവിടെ ടൈം ടേബിൾ വന്നിട്ട് പോയിരിക്കുകയല്ലേ? ആ ഉത്തരവ് നാം റദ്ദാക്കിയിരിക്കുന്നു. താൻ നാട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് താമസിച്ച് അമ്മ വരുന്നതിന് 2 ദിവസം മുമ്പ് വന്നാൽ മതി. കുഞ്ഞേ, ഷടപ്പ്. കോടതി കുഞ്ഞോ? എന്റെ പൊന്നു കുഞ്ഞെ, കൊച്ചമ്മ അറിഞ്ഞ എന്നെ കൊല്ലും കേട്ടോ. അമ്മ അറിയില്ലടോ. താൻ ധൈര്യമായിട്ട് പോ. കുഞ്ഞിന് മോക്ഷം കിട്ടും. ഉറപ്പാണോ? ഉറപ്പാ. ആ, എങ്കിൽ ഇരിക്കട്ടെ. മോക്ഷമല്ലേ? അപ്പൊ ഞാൻ എന്റെ പെട്ടിയൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് വരാം. ആ. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ബിന്ദുവോൾ മുത്തച്ഛന്റെ അടുത്ത് വാ. അപ്പൊ മോക്ക് മുത്തശ്ശി മതി.
മുത്തച്ഛനെ വേണ്ട അല്ലേ? മോളെ അമ്മൂമ്മയുടെ അടുത്ത് വാ. അവൾ അമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാ. താനാണ് ഇവിടുത്തെ തോട്ടക്കാരൻ? ആന്നേ. ഈ ചെടികളൊക്കെ കാട് പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ഇയാള് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രാജലക്ഷ്മി അമ്മയ്ക്കെങ്കിലും ഒരു ശ്രദ്ധ വേണ്ടേ? വീടിന്റെ മുമ്മശം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? തമ്പിയും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാത്തതാണ് കഷ്ടം. രാധികെ, നീ പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ എഴുതിയോ? ഞാൻ ഇപ്രാവശ്യം എഴുതിയില്ല ആന്റി. വൈ? തോറ്റു പോകുന്നു പേടിച്ച് അവൾ പരീക്ഷയ്ക്ക് പോയില്ല. തോൽക്കാൻ കാര്യം? കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ചുമതല രക്ഷകർത്താക്കളുടേതാണ്. നിങ്ങളോടും ഇതൊക്കെ പറഞ്ഞു തരണം. കഷ്ടം കഷ്ടം. രാവിലെ ആരാ തിണ്ണ തൂത്തത്? നിറച്ച് മണ്ണാണല്ലോ. ഒരു ശ്രദ്ധയേ ഇല്ല. തമ്പി, ഇതാരാ ഒരു പുതിയ കക്ഷി? നമ്മുടെ സ്വന്തം കക്ഷി തന്നെയാ. എന്റെ അനന്തരനാണ് വേണുഗോപാൽ. ഇവിടെ വരും. ഈ ബുക്കുകളൊക്കെ എന്താണ്? കണക്കുകളാണ്. ഉണ്ണികൃഷ്ണന് കോടതിയിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേണുവാണ്. ഓഹോ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? ആർ യു ഗ്രാജുവേറ്റ്? യെസ്. ഹാൻഡ് റൈറ്റിംഗ് തീരെ മോശമാണല്ലോ. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. രാജലക്ഷ്മി എന്നെ ആ ജോലിക്കാരെങ്കിലും വിളിപ്പിച്ച് ഈ ലൈറ്റിലെ ചുക്കിലി ഒന്ന് തുടപ്പിച്ചൂടെ? ചേച്ചേ, ഒന്നിനും ഒരു ശ്രദ്ധയില്ലാതായാലും എങ്ങനെയാ? തമ്പി, എവിടെയാണ് എനിക്കുള്ള മുറി? മോളെ, ആന്റിയെ വിളിച്ചോണ്ടു പോ. വരൂ ആന്റി. വാ മോളെ. എസിയും ഹീറ്ററും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട് ആന്റി. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിനെ ഓർമ്മപ്പെടുത്തണമെന്ന് മിസ്റ്റർ മേനും ഫോൺ ചെയ്തിരുന്നു. കോൺട്രാക്ട് പറഞ്ഞതുപോലെ പണി പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കുമെന്ന് പറഞ്ഞേക്കൂ. സാറിനെ കാണാൻ അയാളൊന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, വരട്ടെ വരട്ടെ. എന്റെ കാര്യം ഒന്ന് സാറിനെ കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. വരാൻ പറയൂ. അതില്ലേ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. സാറിന് എന്നെ പരിചയമില്ലെന്ന് തോന്നുന്നു. പരിചയപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. അതിന് നിങ്ങളെ ഞാൻ ശിക്ഷിച്ചില്ലല്ലോ. തൊട്ട കൈ കൊടുക്കാണല്ലോ സാർ. പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ പേര് സുഗുണേന്ദ്രൻ. പക്ഷെ ഒരു ഗുണമില്ല സാർ. BSc ജയിച്ചവനാ. വേറെ എന്തുകൊണ്ട് വിശേഷം? വേറെ ഒരുപാട് വിശേഷങ്ങളുണ്ട് സാർ. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം, അച്ഛൻ വേറെ പെണ്ണ് കെട്ടി സാർ. നിങ്ങൾ വന്ന എന്തിനാണെന്ന് പറയൂ. സാറ് ചൂടാകരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ട് വന്നാണ്. സാർ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി തരണം. ഇത് സർക്കാർ ഓഫീസാണ്. ഇവിടെ ജോലി വേണമെങ്കിൽ PSCയുടെ നിയമനം വേണം. അതെനിക്കറിയാം സാർ. PSCയുടെ ടെസ്റ്റ് എഴുതി ഞാൻ മടുത്തു. ഇനി സാറ് വിചാരിച്ചാൽ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ കഴിയും. അതെങ്ങനെ? വലിയ വലിയ കോൺട്രാക്ടർമാർ പലരും ഇവിടെ വരാറില്ലേ? സാർ അവരുടെ നേരെ ഇങ്ങനെ ഒന്ന് വിരൽ അനക്കിയാൽ മതി, എനിക്കൊരു ജോലി കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നേക്കും. തൊഴുതുകൊണ്ട് തരും സാർ. പക്ഷേ ഞാൻ പറയില്ല. അതെന്താ സാർ? ഞാൻ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്താൽ അവർ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരും. കോൺട്രാക്ടർമാരുമായി അങ്ങൊരു ബാധ്യത ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? പോണം. ഞാൻ വന്ന സമയം തെറ്റിപ്പോയി. അല്ലെങ്കിൽ സാർ ഇങ്ങനെ പറയില്ല. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇതുപോലൊരു മോഹം ഉണ്ടാവില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. കാണണമെന്നില്ല. പോണം പോണം. രാവിലെ ഓരോ ശല്യങ്ങൾ വലിഞ്ഞേറി വന്നോളും മനുഷ്യ മെനക്കെടുത്ത്. സാർ, എന്ത് വേണം? ഗീത നിങ്ങളാണോ? എന്റെ മകളാ. മാൾക്കോടെ തന്ന വരുന്നത് എന്തിനാ? അവള് പുറത്തുണ്ട്. എങ്കിൽ വിളിക്കണം.
മോളെ, ഇരിക്കൂ. നിങ്ങൾ ഇരിക്കുന്നേ. സ്റ്റെനോയായിട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി നോക്കിയിട്ടുണ്ടോ? ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണ് സർ. മനസ്സിലായി. PSCയുടെ സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പ് വല്ല പ്രൈവറ്റ് കമ്പനികളിലും? അങ്ങനെയൊന്നും ഇല്ല സർ. അപ്പോൾ എനിക്കുള്ള തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. ഇല്ല സർ, സാറിന് തലവേദന അറിയാം. എന്റെ മകളായതുകൊണ്ട് പറയാല്ലേ സർ. അവളെ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും അന്തസ്സോടും കൂടി തന്നെയാ ഞാൻ വളർത്തിയത്. അടക്കോ ഒതുക്കോ അന്തസ്സുള്ള ഒരു മകളല്ല ഇവിടെ ആവശ്യം. ജോലി അറിയാവുന്ന സ്റ്റെനോഗ്രാഫറെയാണ്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? അതെ അതെ. നിങ്ങളോടല്ലേ ചോദിച്ചേ? ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം സർ. ആ സൂപ്രണ്ട് ഗോപാലൻ നായരോട് ഇങ്ങോട്ട് വരാൻ പറയും. സാറേ, സാറ് വിളിക്കുന്നു. സാർ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. സ്റ്റെനോ കം ടൈപ്പിസ്റ്റ്. അവരുടെ സീറ്റ് കാണിച്ചു കൊടുക്കാം. വരണം. എന്റെ പേര് പറഞ്ഞില്ലല്ലോ. അച്യുതൻ നായർ. കൊള്ളാം, ബെസ്റ്റ് പേര്. പോണം. ഇതാണ് നിങ്ങളുടെ സീറ്റ്. സാറിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല. എഗ്രിമെന്റ് സമ്മതിച്ചുള്ള പ്രകാരം പണിത് പൂർത്തിയാക്കുന്ന പാലത്തിന് മാത്രമേ ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. ഇതും അങ്ങനെ നടക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പണിത് പൂർത്തിയാക്കിയിരിക്കുന്ന പാലം പൊളിക്കണമെന്നർത്ഥം. അതൊരു സൽകൃത്യമായിരിക്കും. ആളുകളും വണ്ടിയും പാലവും കൂടി നദി വീഴുന്നതിനേക്കാൾ എത്രയോ നല്ലൊരു കാര്യമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇന്നിനി ഇതിനെക്കുറിച്ച് ഒന്നും ഇവിടെ വെച്ച് സംസാരിക്കണ്ട. ഇനി ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. അത് വേണോ? വേണം. ബുദ്ധിമുട്ടാവും. ഇല്ല സാർ. നിനക്കെന്താ ജോലി? പശുക്കറവയാ. ചുമ്മാതല്ല ചക്കൂറ്റി പോലിരിക്കുന്നത്. നീ? ഞാൻ പാചകക്കാരിയാ. നിങ്ങളോ? തോപ്പുകാരിയാന്നേ. നിങ്ങൾക്ക് എന്തിനാ ശമ്പളം മേടിക്കുന്നത്? ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നത് കുറ്റകരമാണ്. എന്ത് ജോലി ചെയ്താലും അതിന്റേതായ അടുക്കും ചിട്ടയും വെടുപ്പും കൂടിയേ തീരൂ. ഇതെന്താ അടുക്കളയോ പശുത്തൊഴുത്തോ? മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? പക്ഷെ ഞാനിതൊന്നും സമ്മതിച്ചു തരില്ല. ഓരോന്നും വെക്കേണ്ട അടുത്ത് വെച്ച് തറയും തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഇനി